നമസ്കാരം. ഈ മണിക്കൂർ വരെയുള്ള സമഗ്രമായ വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്നും പനിമരണം. മരിച്ചത് കോഴിക്കോട് പാറമ്മൽ സ്വദേശിനി സുനിത. എബോളയിൽ ആശ്വാസം. ചികിത്സയിലുള്ള യുവതിയുടെ ഫലം നെഗറ്റീവ്. 17 ഡെങ്കിപ്പനി മരണവും 23 എലിപ്പനി മരണവും സ്ഥിരീകരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഹൈപ്പവർ കമ്മിറ്റി യോഗം തുടരുന്നു. DHSൽ ഇന്നും ഡയറക്ടർമാരുടെ കസേരകളി. സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയെന്നും നിലവിൽ ഭരണസ്തംഭനമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ. കെ ബി ഗണേഷ് കുമാർ NSS ഡയറക്ടർ ബോർഡിൽ നിന്നും പുറത്തേക്ക്. അംഗത്വം പുതുക്കി നൽകിയില്ല. ജനാധിപത്യ രീതിയിലല്ല തന്നെ പുറത്താക്കിയതെന്നും സ്ഥാനമാനങ്ങളിൽ താൽപര്യമില്ലെന്നും ഗണേഷ് കുമാറിനെ മാറ്റിയത് കാലാവധി കഴിഞ്ഞതുകൊണ്ടെന്നും പരാതിയുണ്ടെങ്കിൽ കേസ് നൽകട്ടെയെന്നും ജി സുകുമാരൻ നായർ. മുഖ്യമന്ത്രി അഹങ്കാരിയെന്നും NSS ജനറൽ സെക്രട്ടറി. ഈ വർഷം മുതൽ ശബരിമലയിലെ എല്ലാ ഇടപാടുകളിലും പൂർണ്ണ ഡിജിറ്റലൈസേഷൻ എന്ന് ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ. സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ പൂർണ്ണ സഹകരണമെന്നും ജയകുമാർ. ദേവസ്വം മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ SIT. ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും സ്വർണം പൂശാനായി നൽകിയത് കോടതി അനുമതിയില്ലാതെയെന്ന് SIT. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളിക്കെതിരായ ആദ്യ കുറ്റപത്രത്തിന് വിജിലൻസ് ഡയറക്ടറുടെ അംഗീകാരം. കുറ്റപത്രം 2014 വയനാട് യൂണിയന് 10 ലക്ഷം നൽകിയതിൽ വെള്ളാപ്പള്ളി നടേശൻ, MN സോമൻ, വയനാട് SNDP യോഗം ഭാരവാഹികളടക്കം പ്രതിപട്ടികയിൽ. നീറ്റ് UG പുനഃപരീക്ഷ നാളെ നടക്കാനിരിക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ 5000-ലധികം കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രിൽ. പരീക്ഷ എഴുതുന്നത് 23 ലക്ഷം വിദ്യാർത്ഥികൾ. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ ജന്തർ മന്ദിറിൽ കോക്രോച്ച് പാർട്ടിയുടെ പ്രതിഷേധം. കനത്ത സുരക്ഷ. ഫിഫ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കി ബ്രസീൽ. ഹെയ്ത്തിയെ വീഴ്ത്തിയത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. തുടർച്ചയായ രണ്ടാം ജയത്തോടെ ആതിഥേയരായ അമേരിക്ക റൗണ്ട് ഓഫ് 32-ൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. സ്കോട്ട്ലൻഡിനെതിരെ മൊറോക്കോയ്ക്ക് 1-0 ജയം. നാളെ പുലർച്ചെ ജർമ്മനി ഐവറി കോസ്റ്റ് മത്സരം. വാർത്തകൾ വിശദമായി നോക്കാം. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിന് രൂപീകരിച്ച ഹൈപ്പവർ കമ്മിറ്റി യോഗം തുടരുന്നു. തിരുവനന്തപുരത്ത് ചേരുന്ന യോഗത്തിൽ ജില്ലയിലെ എല്ലാ MLA-മാരും പങ്കെടുക്കുന്നുണ്ട്. നിപ്പയിൽ ആശ്വാസമുണ്ടെങ്കിലും മറ്റു പകർച്ചവ്യാധികൾ പടരുകയാണ്. ഈ വർഷം ഡെങ്കിപ്പനിയിൽ 17 മരണവും എലിപ്പനി മൂലം 23 മരണവും സ്ഥിരീകരിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നില്ല. ഷിഗല്ല പുതിയ രോഗമല്ല, കുറേ കാലമായി കേരളത്തിലുണ്ട്. ഇത്തവണ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ നടപടികൾ സ്വീകരിച്ചു. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കണമെന്നും പരസ്പരം പഴി ചാരിയിട്ട് കാര്യമില്ല എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുന്നു. രജിത്ത്, ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? അതൊക്കെ വിലയിരുത്താനുള്ള യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. MLA-മാരൊക്കെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഷിഗല്ല പടരുന്നു, മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി അടക്കം എലിപ്പനി അടക്കമുള്ള രോഗങ്ങളും പടരുന്ന സാഹചര്യം. വിലയിരുത്തലുകൾ എങ്ങനെ? മറ്റു വിവരങ്ങൾ? അശ്വതി, സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ തുടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു യോഗം വീണ്ടും ചേർന്നിരിക്കുന്നത്. ഉന്നതാധികാര സമിതിയുടെ യോഗമാണ് ചേർന്നിരിക്കുന്നത്. ഇതിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യവകുപ്പിന് ഉൾപ്പെടെ ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നൽകേണ്ടത്, വീണ്ടും ഇവ പുതുക്കേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. ഒപ്പം തന്നെ എല്ലാ ജനപ്രതിനിധികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനപ്രതിനിധികൾ തങ്ങളുടേതായ വശങ്ങൾ ഈ യോഗത്തിൽ അറിയിക്കുകയും ഇതനുസരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആരോഗ്യവകുപ്പിന് നൽകുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഈ മാർഗനിർദ്ദേശങ്ങളൊക്കെ പുതുക്കേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് പോവുക. നിലവിലിപ്പോൾ മന്ത്രി ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടികൾ താളപ്പിഴകൾ ഉണ്ടായിരുന്നു. അതാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള പകർച്ചവ്യാധിയിലേക്ക് കടന്നതിൻ്റെ പ്രധാന കാരണമെന്ന് അദ്ദേഹം പറയുന്നു. ഡെങ്കിപ്പനിയിൽ 17 മരണവും എലിപ്പനി മുതൽ 23 മരണവുമാണ് സംസ്ഥാനത്ത് ഈ വർഷം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. എന്തുതന്നെയായാലും എല്ലാവരുടെയും കൂടിയുള്ള ഒരു ശ്രമം
രോഗം പകർച്ചവ്യാധികൾ തടയുന്നതിനുണ്ടാകണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ഇന്നലെയും ഇന്നും നാളെയുമായി ഡ്രൈ ഡേ ആചരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു ആളുകളുടെ ഒരു പങ്കാളിത്തം വളരെ കൃത്യമായി തന്നെ ഉണ്ടാകണമെന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഈ ഇന്നത്തെ യോഗത്തിൽ എല്ലാ ജനപ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. ജില്ലയിൽ നിന്നുള്ള MLA-മാരും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ യോഗത്തിന് ശേഷം കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ പുതുക്കേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളടക്കം തീരുമാനിക്കും. എന്തുതന്നെയായാലും നിപ്പയെ പ്രതിരോധിക്കുന്നതിന് ഇപ്പോഴുള്ള സംവിധാനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇനി ഒരാൾ മാത്രമാണ് നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി വളരെ മോശമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ആശുപത്രിയിൽ ലക്ഷണങ്ങളോടുകൂടി എത്തിയവരെല്ലാവരും തന്നെ വീട്ടിൽ തിരികെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിപ്പയിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിഞ്ഞു. ഇനി ഷിഗല്ലയും അതുപോലെ തന്നെ പകർച്ചവ്യാധികളുമാണുള്ളത്. അവയെ നിയന്ത്രിക്കുന്നതിന് എല്ലാവരുടെയും കൂടെ കൂട്ടായൊരു ശ്രമം ഉണ്ടാകണമെന്നാണ് മന്ത്രി അഭ്യർത്ഥിക്കുകയും ചെയ്തത്. യോഗം ഇപ്പോഴും തുടരുകയാണ്. രാവിലെ 10 മുതൽ 2 വരെയാണ് യോഗം നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് ആരോഗ്യ വകുപ്പിന് ഉന്നതാധികാര സമിതി കൈമാറുന്നത്. ശരി രജിത്ത്, ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പകർച്ചവ്യാധി പ്രതിരോധത്തിന് രൂപീകരിച്ച ഹൈപ്പവർ കമ്മിറ്റി യോഗം തുടരുന്നു. 2 മണി വരെയാണ് യോഗം. വിവരങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും രജിത്ത് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കോഴിക്കോട് പനി ബാധിച്ച് 54-കാരി മരിച്ചു. മാവൂർ സ്വദേശി സുനിതയാണ് മരിച്ചത്. പനി കൂടിയതിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ഷിഗല്ല രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മേഖലയിൽ ആരോഗ്യ പ്രവർത്തകർ പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിനിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ഇന്നും കസേരകളി തുടരുന്നു. ട്രിബ്യൂണൽ ഉത്തരവുമായി ഡോക്ടർ KJ റീന 2ാം ദിവസവും ഓഫീസിലെത്തി. താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ V മീനാക്ഷിയും KJ റീനയും ഓഫീസിൽ തുടരുകയാണ്. അതേസമയം ഇക്കാര്യത്തിൽ വകുപ്പ് നിയമോപദേശം തേടിയതായി മന്ത്രി K മുരളീധരൻ പറഞ്ഞു. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ ഉന്നതാധികാര സമിതി യോഗം ചേരുന്നതിനിടയിലാണ് ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് 2ാം ദിനവും അധികാര വടംവലി തുടരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവുമായി സ്ഥലം മാറ്റപ്പെട്ട മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ KJ റീന ഇന്നും ഓഫീസിലെത്തി. പ്രധാന കസേരയിൽ ഡയറക്ടറുടെ താൽക്കാലിക ചുമതലയുള്ള മീനാക്ഷി ദാസും സമീപത്തെ കസേരയിൽ KJ റീനയും തുടരുന്നു. ആരുമില്ലാത്തവർക്ക് നിയമവ്യവസ്ഥയാണ് ആശ്രയമെന്നും തള്ളിക്കയറാൻ ഉദ്ദേശമില്ലെന്നും രോഗങ്ങൾക്കെതിരെ അതീവ ജാഗ്രത വേണ്ട സമയമാണിതെന്നും ഡോക്ടർ KJ റീന പറഞ്ഞു. തീർച്ചയായും ഞാൻ തള്ളിക്കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ മറ്റൊരാളാണ് DHS എന്ന് ഗവൺമെന്റ് പറയുന്നു. ആ DHSനോട് നിർദ്ദേശങ്ങൾ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇപ്പോഴുള്ള ഏറ്റവും ഒരു അസന്നിഗ്ധ ഘട്ടമാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ആ സമയത്ത് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു കല്ലുകടിയായിട്ട് ഇടയിൽ കയറി കുത്തിത്തിരിയാൻ ഞാനില്ല. അതേസമയം DHS വിഷയത്തിൽ സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയതായി മന്ത്രി K മുരളീധരൻ പറഞ്ഞു. നിലവിൽ ഭരണസ്തംഭനമില്ല. ഇപ്പോഴത്തെ DHS മീനാക്ഷി കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. DHSന്റെ ഇപ്പോൾ കസേരയിലിരിക്കുന്ന ഡോക്ടർ മീനാക്ഷി കാര്യങ്ങൾ നന്നായി നടത്തുന്നുണ്ട്. കോൺഫറൻസുകൾക്കൊന്നും യാതൊരു മുടക്കവുമില്ല. പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവുമില്ല. മറ്റേ ഇതിൻ്റെ പേരിലൊരു നിയമവശം ഉള്ളതുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം തേടിയിട്ടുണ്ട്. അല്ല, കുഴപ്പമില്ല. ഭരണസമ്പന്നമില്ല. കാര്യങ്ങൾ നോക്കാൻ മന്ത്രി മുതൽ താഴെ തട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ വളരെ വിജിലന്റായി പ്രവർത്തിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. NSS ഡയറക്ടർ ബോർഡിൽ നിന്നും KB ഗണേഷ് കുമാർ പുറത്ത്. കാലാവധി കഴിഞ്ഞ 9 പേരിൽ ഗണേഷ് കുമാറിന് മാത്രം അംഗത്വമാണ് പുതുക്കി നൽകാത്തത്. നടപടി ജനാധിപത്യപരമല്ലെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. അതേസമയം ജനാധിപത്യപരമല്ലാത്ത നടപടിയെങ്കിൽ കേസ് കൊടുക്കട്ടെയെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പ്രതികരിച്ചു. NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ കമ്മിറ്റിയിലെ അഴിമതി ആരോപണങ്ങളുടെ തുടർച്ചയായാണ് NSS ഡയറക്ടർ ബോർഡിൽ നിന്നും ഗണേഷ് കുമാർ പുറത്തായത്. ഭരണസമിതി അംഗങ്ങളുടെ പിന്തുണയില്ലാത്തതുകൊണ്ടാണ് ഗണേഷ് കുമാറിനെ പുറത്താക്കിയതെന്നാണ് NSSന്റെ വിശദീകരണം. എന്നാൽ 18-അംഗ ഭരണസമിതിയിൽ 12 പേരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് ഗണേഷ് കുമാർ അവകാശപ്പെട്ടു. തനിക്കെതിരെ ഉണ്ടായ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും ഗണേഷ് കുമാർ ആരോപിച്ചു. ജനറൽ സെക്രട്ടറിക്കൊന്നും കുഴപ്പമില്ല. അവിടെ ജനറൽ സെക്രട്ടറിയുടെ കൂടെ തന്നെയാണ്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും, സംശയമില്ല. പക്ഷേ അവിടെ ജനാധിപത്യം ഉണ്ടായില്ല. 12 പേര് എൻ്റെ പിന്തുണയുള്ള പേപ്പറിൽ ഇരിക്കൊണ്ട് അവർ വേണമെങ്കിൽ അവർ ആധാർ കോപ്പിയും തരാം, വേണമെങ്കിൽ അവരെ ഹാജരാക്കി. 12 പേര് രാജിവെച്ചില്ലായിരുന്നു. അവർ രാജി പിൻവലിച്ചല്ലോ 2 പേര്. അതെന്താ ശരിക്കത്?
അതേസമയം ജനാധിപത്യപരമല്ലാത്ത നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗണേഷ് കുമാർ കേസ് കൊടുക്കട്ടെ എന്നായിരുന്നു സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ പ്രതികരണം. വീണ്ടും എടുത്തില്ല എന്നുള്ളൂ, അല്ലാതെ പുറത്താക്കുന്നു. അദ്ദേഹത്തിന് അതിനകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാമല്ലോ. എന്താ കേസ് കൊടുക്കാത്ത? തനിക്കെതിരെ പിന്നിൽ NSS ജനറൽ സെക്രട്ടറി അല്ലെന്നായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞത്. എന്നാൽ ജനറൽ സെക്രട്ടറിയെ തള്ളിപ്പറയാത്തത് ഒരു വേലയാണെന്നും ആരെങ്കിലും തള്ളിപ്പറഞ്ഞാൽ പിന്നെ അയാൾക്ക് അഡ്രസ് ഉണ്ടാവില്ലെന്നും സുകുമാരൻ നായർ തുറന്നടിച്ചു. NSS ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്ന് കരുതിയിരുന്ന പേരായിരുന്നു ഗണേഷ് കുമാറിൻ്റേത്. എന്നാൽ ഡയറക്ടർ ബോർഡിൽ നിന്ന് തന്നെ പുറത്തായത് ഗണേഷ് കുമാറിന് വലിയ തിരിച്ചടിയായി മാറി. അതേസമയം ജി സുകുമാരൻ നായരെ വീണ്ടും NSS ജനറൽ സെക്രട്ടറിയായി ഇന്ന് ചേർന്ന ബജറ്റ് സമ്മേളനം തിരഞ്ഞെടുത്തു. അമൃത ന്യൂസ്, കോട്ടയം. NSSുമായി കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമയം അനുവദിക്കാത്തതിൽ വിമർശനവുമായി NSS 2 തവണ NSS സമയം തേടിയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമയം അനുവദിച്ചില്ല. ഇൻകം ടാക്സ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിവേദനം നൽകാനാണ് സമയം ചോദിച്ചത്. സതീശൻ അഹങ്കാരിയെന്നും NSS ബഡ്ജറ്റ് യോഗത്തിൽ സുകുമാരൻ നായർ വിമർശിച്ചു. കാലുപിടിക്കാനില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം. വിജിലൻസ് ഡയറക്ടറാണ് അംഗീകാരം നൽകിയത്. 2014 വയനാട് യൂണിന് 10 ലക്ഷം നൽകിയതിലെ ക്രമക്കേടിലാണ് കുറ്റപത്രം. വെള്ളാപ്പള്ളി നടേശൻ, MN സോമൻ, വയനാട് SNDP യോഗം അംഗങ്ങൾ എന്നിവരാണ് പ്രതികൾ. 2016 ആരംഭിച്ച കേസിൽ 10 വർഷത്തിന് ശേഷമാണ് ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് പരിഗണിച്ച ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. കേസിൽ പുരോഗതിയില്ലെന്ന് നിരീക്ഷിച്ച കോടതി അന്വേഷണം വേഗത്തിലാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് നടപടികൾ വേഗത്തിലാക്കിയത്. 2024 അന്വേഷണ ചുമതല ഏറ്റെടുത്ത SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആദ്യ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി വിജിലൻസ് ഡയറക്ടർക്ക് കുറ്റപത്രം കൈമാറിയത്. വെള്ളാപ്പള്ളി നടേശന് പുറമെ വയനാട് SNDP യൂണിയൻ ഭാരവാഹികളും കേസിൽ പ്രതികളാണ്. അഴിമതി നിരോധന നിയമം ചുമത്തിയിട്ടുള്ളതിനാൽ വിചാരണ നടപടികളിലേക്ക് കടക്കാൻ ഇനി സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി കൂടി ലഭിക്കേണ്ടതുണ്ട്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആകെ 70 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ മറ്റ് 2 കേസുകളുടെ കൂടി അന്വേഷണം പൂർത്തിയാക്കി അംഗീകാരത്തിനായി വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല. ഉടൻ തന്നെ ഈ കേസുകളിലും തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഴുവൻ കേസുകളുടെയും അന്വേഷണ റിപ്പോർട്ട് 3 ആഴ്ചക്കകം സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂലൈ 9 കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ മറ്റ് 2 കേസുകളിലെ കുറ്റപത്രം സംബന്ധിച്ച വിവരങ്ങളും കോടതിയെ അറിയിക്കും. അന്ന് തന്നെ സമഗ്രമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി പ്രമുഖ സാമുദായിക നേതാക്കളും. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, താമരശ്ശേരി ബിഷപ്പ് റമജിയോസ് ഇഞ്ചനാനിയൽ എന്നിവരാണ് തൂഫാൻ വാരിയറായി മാറിയിരിക്കുന്നത്. സമൂഹ ജീവിതത്തിലെ ഏറ്റവും വലിയ പുഴുക്കുത്തായ ലഹരി മരുന്നിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് സാമുദായിക നേതാക്കളെ സന്ദർശിച്ച ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. UDF സർക്കാരിന്റെ മയക്കുമരുന്നിനെതിരായ പോരാട്ടം വിജയകരമായി മുന്നേറുന്നതിനിടെയാണ് പിന്തുണയുമായി പ്രമുഖ സാമുദായിക നേതാക്കളും രംഗത്തെത്തുന്നത്. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടിയെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയും ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിച്ച് തൂഫാൻ വാരിയർ ബാഡ്ജ് അണിയിച്ചു. സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പുഴുക്കുത്തായ ലഹരിമരുന്നിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും എല്ലാവരും തൂഫാൻ വാരിയറായി മാറണമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മയക്കുമരുന്ന് കച്ചവടക്കാർ വിചാരിച്ചിരിക്കുന്നത് ഇതൊരു ആരംഭ ശൂരത്വമാണ്, നാളെ അങ്ങ് നിന്ന് കളയും. അപ്പോൾ അവരൊക്കെ പതുങ്ങിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇത് അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. കേരള പോലീസ് അതിശക്തമായി ഈ മയക്കുമരുന്നിൻ്റെ മരണത്തിൻ്റെ വ്യാപാരികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ പൂർണ്ണമായും കേരളത്തെ ഡ്രഗ്സ് വിമുക്തമാക്കുന്നവരെ ഈ പോരാട്ടം തുടരും. ചെറുപ്പക്കാർ ലഹരിക്ക് അടിമകളാകുന്നത് രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ തടയണമെന്നും അതിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ നമ്മുടെ ചെറുപ്പക്കാർ ഈ ലഹരിക്ക് അടിമകളായി വരുന്നതിന് തടയുന്നത് എപ്പോഴും സ്വാഗതാർഹമാണ്. മഹല്ലുകളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അറിയിച്ചു. അവരെ പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് ശേഷം പ്രസ്തുത വിഷയത്തെ സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും കഴിവിൻ്റെ പരമാവധി പ്രതിരോധിക്കാൻ പറ്റിയ സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. താമരശ്ശേരി ബിഷപ്പ് റമജിയോസ് ഇഞ്ചനാനിയലും തൂഫാൻ വാരിയറിൽ ഒരാളാണ്.
തൂഫാൻ സ്ട്രൈക്ക്, തൂഫാൻ വാരിയർ, തൂഫാൻ കെയർ എന്നീ 3 ഘട്ടമായാണ് പദ്ധതി നടപ്പിലാക്കുക. ജൂൺ 26-ന് സംസ്ഥാനത്തെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും തൂഫാൻ ദിനമായി ആചരിക്കാനാണ് ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, കോഴിക്കോട്. നീറ്റ് UG പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താനായി മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷയ്ക്ക് ഒരുക്കിയതെന്നും ഔദ്യോഗിക ബ്ലൂടിക്ക് വാട്സ്ആപ്പ് നമ്പറിൽ നിന്നും മാത്രമായിരിക്കും വിദ്യാർത്ഥികൾക്ക് സന്ദേശങ്ങൾ നൽകുക എന്നും NDA അറിയിച്ചിട്ടുണ്ട്. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം ജന്തർ മന്ദിറിൽ തുടരുന്നു. വിവരങ്ങൾ നൽകാൻ ജിഷ്ണു കൃഷ്ണനുണ്ട് ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, നാളെ നീറ്റ് പുനഃപരീക്ഷയാണ്. ഈ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? കനത്ത സുരക്ഷയാണല്ലോ. ഒപ്പം CJPയുടെ പ്രതിഷേധം തുടരുകയാണ് ഡൽഹിയിൽ. മറ്റു വിവരങ്ങൾ, വിശദാംശങ്ങൾ. അശ്വതി, നാളെ നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി എന്നുള്ളതാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിട്ടുള്ളത്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവയെല്ലാം വിലയിരുത്തുന്നതിന് ഇന്ന് രാവിലെ 9 മണി മുതൽ തന്നെ മോക്ക് ഡ്രിൽ ആരംഭിച്ചിരുന്നു. രാജ്യത്ത് 5000-ലധികം പരീക്ഷാ കേന്ദ്രങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൂടി സാന്നിധ്യത്തിൽ മോക്ക് ഡ്രിൽ നടത്തിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിക്കൊണ്ട് പരിഹരിക്കുന്നതിനാണ് മോക്ക് ഡ്രിൽ നടത്തുന്നത്. ഒപ്പം പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. നേരത്തെ മെയ് 3-ന് നടന്ന പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നു എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു പരീക്ഷ റദ്ദാക്കിയത്. അതുകൊണ്ട് യാതൊരു തരത്തിലുമുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടാകരുതെന്നും ഒപ്പം സുതാര്യതയോടെ പരീക്ഷ ഉറപ്പാക്കണം എന്ന നിർദ്ദേശം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയിട്ടുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും വിദ്യാഭ്യാസ മന്ത്രാലയവും ഒപ്പം ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളും ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ പുനഃപരീക്ഷ നടത്തുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്രയധികം പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ പുനഃപരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 23 ലക്ഷം വിദ്യാർത്ഥികളാണ് നാളെ പുനഃപരീക്ഷയ്ക്ക് എത്തുന്നത്. നേരത്തെ മെയ് 3-ന് നടന്ന പരീക്ഷയുടെ ഹാൾ ടിക്കറ്റുകൾ അസാധുവാകുമെന്നും വെബ്സൈറ്റിൽ നിന്ന് പുതിയ ഹാൾ ടിക്കറ്റുകൾ, അഡ്മിഷൻ കാർഡുകൾ വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിന് ഇനിയും സമയമുണ്ട്. ഒപ്പം വിദ്യാർത്ഥികൾക്കുള്ള ഔദ്യോഗിക സന്ദേശങ്ങൾ NTAയുടെ ഔദ്യോഗിക ബ്ലൂടിക്കുള്ള വാട്സപ്പ് നമ്പറിൽ നിന്ന് മാത്രമായിരിക്കും ലഭിക്കുക. മറ്റ് സന്ദേശങ്ങൾ മുഖവിലയ്ക്ക് എടുക്കേണ്ടതില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടാൽ ഹെൽപ്പ് ലൈൻ വഴി ബന്ധപ്പെടണമെന്ന കാര്യവും NTA അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ പരീക്ഷാ വീഴ്ചകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നിരുന്നു. ഇന്ന് ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ 2ാം ഘട്ട സമരം ആരംഭിച്ചിരിക്കുകയാണ്. അനിശ്ചിതകാല സമരം ഇരിക്കുമെന്നാണ് പാർട്ടികൾ അറിയിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും വൈകിട്ടോടുകൂടി ഈ പ്രതിഷേധക്കാരെ പോലീസ് മാറ്റാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ യോഗം ചേർന്നിട്ടുണ്ട്. അശ്വതി, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ. മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ SIT തീരുമാനം. 2025-ൽ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും സ്വർണം പൂശാൻ നൽകിയത് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങാതെയാണ് എന്നാണ് SITയുടെ കണ്ടെത്തൽ. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണം അപഹരിച്ച സ്വർണ്ണക്കൊള്ള കേസിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും പ്രതി ചേർക്കുന്നത്. 2025-ൽ ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും സ്വർണം പൂശാനായി നൽകിയത് ഹൈക്കോടതിയുടെ അനുമതിയോടെ അല്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇവ കൈമാറിയതിൽ വലിയ ദുരൂഹതയുണ്ടെന്നും മുൻ ഭരണസമിതിക്ക് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചുവെന്നും അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഇടപാടിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കൂടാതെ 2019-ൽ നടന്ന സമാനമായ ഇടപാട് മറച്ചുവെക്കാനും മുൻ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും പൂർണ്ണമായ അറിവും ബോധ്യത്തോടും കൂടിയാണ് ഭരണസമിതി അംഗങ്ങൾ പാളികൾ കൊടുത്തുവിട്ടതെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ വർഷം മുതൽ ശബരിമലയിൽ ഡിജിറ്റലൈസേഷൻ പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. എല്ലാ ഇടപാടുകളും ഡിജിറ്റലായി മാത്രം നടത്തും. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ പൂർണ്ണ സഹകരണമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റ് നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും സാമ്പത്തിക സഹായത്തേക്കാൾ സാങ്കേതിക സഹായമാണ് വേണ്ടതെന്നും K. ജയകുമാർ അഭിപ്രായപ്പെട്ടു. സാധാരണ പരമ്പരാഗതമായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചില രീതികളുണ്ട്. ആ രീതികൾ മാറണം. ആ രീതികളാണ് പലപ്പോഴും വേണ്ടാത്ത വാർത്തകൾ വരുന്നത്, അഴിമതിക്ക് ഇടം കൊടുക്കുന്നത്. വലിയൊരു ഡിജിറ്റൈസേഷൻ പ്രോഗ്രാമിന് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ശബരിമലയിലെ എല്ലാ പണമിടപാടുകളും വഴിപാട് ഇടപാടുകളും എല്ലാം ഡിജിറ്റൽ
പ്ലാറ്റ്ഫോമിലൂടെ നടക്കൂ. റൂം ബുക്കിംഗ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നടക്കൂ. 2025 ശബരിമലയിൽ സ്വർണം പൂശിയതിലെ ക്രമക്കേടിൽ SIT ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടില്ലെന്ന മന്ത്രി കെ മുരളീധരൻ. ചാർജ് ഷീറ്റ് സമർപ്പിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ചില ചാനലിൽ വാർത്ത കണ്ടു, പക്ഷെ അത് ചാർജ് ഷീറ്റ് കൊടുക്കുന്നവരെ ഒന്നും ചെയ്യാനില്ല. ചാർജ് ഷീറ്റ് കൊടുക്കട്ടെ, അത് നോക്കിയിട്ട് ചെയ്യാം. കോഴിമുട്ടയുടെ വില ഉയർന്നതോടെ ആശങ്കയിലാണ് വ്യാപാരികളും മുട്ടപ്രേമികളും. തമിഴ്നാട്ടിൽ നിന്നുമുള്ള മുട്ടയുടെ വരവ് കുറഞ്ഞതാണ് വില വർധനയ്ക്ക് കാരണം. മുട്ടയ്ക്കൊപ്പം മുട്ട കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളുടെ വില കൂടിയതും സാധാരണക്കാർക്ക് തിരിച്ചടിയാണ്. 5 രൂപ 50 പൈസയിൽ നിന്നാണ് കുറച്ചു ദിവസത്തിനുള്ളിൽ കോഴിമുട്ടയുടെ വില 8 രൂപയിലേക്ക് എത്തിയത്. കോഴിത്തീറ്റയുടെ വില അടിക്കടി കൂടുന്നതും അതുമൂലം തമിഴ്നാട്ടിലെ കർഷകർ കോഴി വളർത്തൽ കുറച്ചതുമാണ് കേരളത്തിലെ പ്രതിസന്ധിക്ക് കാരണം. ഇങ്ങനെ പോയാൽ പ്രോട്ടീൻ ഭക്ഷണമായ മുട്ട കഴിക്കുന്നത് കുറയ്ക്കാൻ സാധാരണക്കാർ നിർബന്ധിതരാകേണ്ടി വരും. ഉടനടിയുള്ള വില വർധന ചെറുകിട കച്ചവടക്കാരെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. എല്ലാവരും വില എന്താ ചോദിക്കും. ഒരു 10 പൈസ കൂടിയാൽ ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത്ര റുപ്യ കൂടിയാൽ എന്തായിരിക്കും സ്ഥിതി? 8 രൂപേൻ്റെ അടുത്ത് വില വരുന്നുണ്ട്, വിൽപ്പന വരുന്നുണ്ട്. ഇപ്പം മുട്ടൻ്റെ വില ഞങ്ങൾക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടായിട്ട് വിൽക്കല്ല. പിന്നെ ഒരു മുട്ട എന്തായാലും ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇവിടെ ആൾ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വിൽപ്പന എടുത്ത് അതിൽ വലിയതൊന്നും ഇല്ല. മുട്ടയുടെ വില വർധനവ് മൂലം ഇവ കൊണ്ടുണ്ടാക്കുന്ന സാധനങ്ങളുടെ വില കൂട്ടാൻ ബേക്കറി ഉടമകളും നിർബന്ധിതരാകേണ്ടി വരുന്നുണ്ട്. കേക്കിന് മാത്രമായി കിലോയ്ക്ക് 40 മുതൽ 50 രൂപ വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുട്ട കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങൾക്കും വില വർദ്ധിച്ചത് വലിയ തിരിച്ചടിയാണെന്ന് ജനങ്ങൾ പറയുന്നു. 100 രൂപയ്ക്കാണ് കേക്ക് ഇപ്പം 150 രൂപ 200 രൂപ കൊടുക്കണം. അത്രയും വില കൂടി. ഒരു സാധാരണക്കാരന് ഇപ്പോൾ ഒന്നും വാങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അതേസമയം മുട്ടയ്ക്ക് വരും ദിവസങ്ങളിൽ ഇനിയും വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. അമൃത ന്യൂസ്, കോഴിക്കോട്. സർക്കാരിനെതിരെ മുൻ എക്സൈസ് മന്ത്രി MP രാജേഷ്. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നൽകി സംസ്ഥാനത്ത് മദ്യം സുലഭമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യമില്ല, അപ്പോഴാണ് മദ്യം ഒഴുക്കുന്ന വിസ്മയം. ഇതിനു പിന്നിൽ വലിയ അഴിമതിയുണ്ട്. കർണാടക മദ്യ ലോബിക്ക് ഇതിൽ പങ്കുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് എത്ര കിട്ടിയെന്നുള്ളത് മാത്രം വ്യക്തമാക്കിയാൽ മതിയെന്നും MP രാജേഷ് പറഞ്ഞു. ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിലെ സമൂഹത്തോടുള്ള ഒരു കൊടിയ അന്യായത്തിനും വലിയ അഴിമതിക്കുമുള്ള കളമൊരുക്കിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ ലഭ്യമാക്കുന്നത് സ്പിരിറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മദ്യമാണ്. ഫിഫ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കി ബ്രസീൽ. ഗ്രൂപ്പ് സിയിൽ നടന്ന രണ്ടാം മത്സരത്തിൽ ഹെയ്തിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് കാനറിപ്പട വീഴ്ത്തിയത്. മാത്യു കുൻഹയുടെ ഇരട്ട ഗോളുകളുടെ കരുത്തിലാണ് ബ്രസീൽ ജയിച്ചു കയറിയത്. വിനീഷ്യസ് ജൂനിയറിന്റെ ഗോൾ ബ്രസീലിന്റെ വിജയം അനായാസമാക്കി. ആദ്യ മത്സരത്തിൽ മൊറോക്കോയുടെ സമനിലയിൽ കുടുങ്ങിയ ബ്രസീലിന് ഈ മത്സരത്തിൽ ജയിക്കുക അനിവാര്യമായിരുന്നു. ജൂൺ 25-ന് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെയാണ് ബ്രസീൽ നേരിടുക. അന്ന് തന്നെ മറ്റൊരു മത്സരത്തിൽ ഹെയ്തി മൊറോക്കോയെ നേരിടും. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഡിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി USA. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് USAയുടെ ജയം. ഇതോടെ അടുത്ത റൗണ്ടിലേക്കുള്ള യോഗ്യത നേടി. 10-ാം മിനിറ്റിൽ ഓസ്ട്രേലിയയുടെ സെൽഫ് ഗോളും 43-ാം മിനിറ്റിൽ അലക്സ് ഫ്രീമാൻ നേടിയ ഗോളുമാണ് USAയ്ക്ക് വിജയം നേടിക്കൊടുത്തത്. ലോകകപ്പിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ എതിരില്ലാത്ത 1 ഗോളിന് കീഴടക്കി മൊറോക്കോ. കളിയുടെ 70-ാം സെക്കൻഡിൽ ഇസ്മയിൽ സൈബറി നേടിയ ഗോളാണ് ടൂർണമെന്റിലെ ആദ്യ വിജയം നേടാൻ മൊറോക്കോയെ സഹായിച്ചത്. ആദ്യ മത്സരത്തിൽ ബ്രസീലിനോട് സമനില വഴങ്ങിയ മൊറോക്കോ ഈ വിജയത്തോടെ 4 പോയിന്റുമായി ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് എത്തി. 5 തവണ ലോകകപ്പിൽ മുത്തമിട്ട കാനറിപ്പട കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അധികം തവണ ഫിഫയുടെ ലോക കിരീടം നേടിയ ടീമാണ് ജർമ്മനി. 4 കപ്പ് സ്വന്തമാക്കിയ ജർമ്മനി ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറെ റെക്കോർഡുകൾ ഉള്ള ടീമാണ്. നാളെ ജർമ്മനി ഐവറി കോസ്റ്റിനെ നേരിടും. പുലർച്ചെ 1:30-നാണ് മത്സരം. ഇക്കുറി കോച്ച് ജൂലിയൻ നഗൽസ്മാന് കീഴിൽ മുമ്പത്തെക്കാളും മികച്ച ടീമാണ് ജർമ്മനി. 6 ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ 5-ലും ജയം ഉറപ്പാക്കിയാണ് ജർമ്മനി ഈ വേൾഡ് കപ്പിന് എത്തിയത്. 70-90 കാലഘട്ടത്തിൽ ആരാധകർ ഏറെ ഉണ്ടായിരുന്ന ജർമ്മൻ പട പിന്നീട് വയസ്സന്മാരുടെ പടയെന്ന ആക്ഷേപം കേട്ടു. പിന്നീട് പുതിയ തലമുറയിലേക്ക് ജർമ്മൻ ടീം വഴങ്ങി. 1954, 1974, 1990,
2014 എന്നീ വർഷങ്ങളിലാണ് ജർമ്മനി ലോക ചാമ്പ്യന്മാർ ആയത്. ലോകകപ്പ് ചരിത്രമെടുത്താൽ ഉറുഗ്വേ ചാമ്പ്യന്മാരായ 1930 ലോകകപ്പിൽ ജർമ്മനി കളിച്ചിരുന്നില്ല. എന്നാൽ തൊട്ടടുത്ത പതിപ്പിലൂടെ അവർ ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ചു. 1954 മിറക്കിൾ ഓഫ് ബെൻ എന്നറിയപ്പെടുന്ന ഫൈനലിൽ ശക്തരായ ഹംഗറിയെ പരാജയപ്പെടുത്തിയാണ് ജർമ്മനി ആദ്യമായി ലോകകപ്പ് ഉയർത്തിയത്. 1974 സ്വന്തം നാട്ടിൽ നടന്ന ടൂർണമെന്റിൽ ഹോളണ്ടിനെ തോൽപ്പിച്ചാണ് രണ്ടാം കിരീടം സ്വന്തമാക്കിയത്. മൂന്നാം ലോകകപ്പിനായി പിന്നെയും 16 വർഷം ജർമ്മൻ പടയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നു. 1990 ഇറ്റലിയിൽ നടന്ന ഫൈനലിൽ അർജന്റീനയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ച് മൂന്നാം കിരീടം നേടി. 2014 മെസ്സി നയിച്ച നീലപ്പടയെ വീഴ്ത്തിയാണ് ജർമ്മനി 4ാമത്തെയും ലോകകിരീടം സ്വന്തമാക്കിയത്. ലോകകപ്പ് ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച ടീമാണ് ജർമ്മനി. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ബ്രസീലിനെ മറികടന്ന് ജർമ്മനി 1ാം സ്ഥാനത്താണ്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ സെമി ഫൈനലിലെത്തിയ ടീമും ജർമ്മനിയാണ്. ജർമ്മനിക്കായി ഏറ്റവും അധികം ലോകകപ്പ് മത്സരങ്ങൾ കളിച്ച താരമെന്ന ബഹുമതി ലോദർ മത്തേയൂസിനായിരുന്നു. പിന്നീട് അർജന്റീനിയൻ താരം മെസ്സി ആ റെക്കോർഡ് മറികടന്നു. ജർമ്മനിക്കായി ഏറ്റവും അധികം ലോകകപ്പ് ഗോളുകൾ നേടിയ മിറോസ്ലോവ് ക്ലോസയായിരുന്നു ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ പുരുഷ ഫുട്ബോളർ. പിന്നീട് മെസ്സിയിലേക്ക് കൂടി ഈ റെക്കോർഡ് വഴിമാറി. ഇത്തവണ പരിചയസമ്പത്തും യുവത്വവും അടങ്ങിയ 26 അംഗ സ്ക്വാഡാണ് ലോകകപ്പിൽ കളിക്കുന്നത്. വിരമിച്ച വെറ്ററൻ ഗോൾ കീപ്പർ മാനുവൽ ന്യൂയറെ 40ാം വയസ്സിൽ ലോകകപ്പിനായി തിരിച്ചു വിളിച്ചതിലൂടെ ലക്ഷ്യം മികച്ച പ്രകടനം തന്നെയാണ്. അതിനൊപ്പം സീനിയർ ക്യാപ്റ്റൻ ജോഷ് കിമ്മിച്ച്, അന്റോണിയോ റൂഡിഗർ എന്നിവർ കൂടി ചേർന്നതോടെ അനുഭവ സമ്പത്തും ടീമിന്റെ കരുത്തു കൂട്ടും. യുവതാരങ്ങളിൽ ശ്രദ്ധേയരായ ജമാൽ മുസിയാലയുടെയും ഫ്ലോറിയൻ വെറ്റിസിന്റെയും സാന്നിധ്യം ടീമിന് കൂടുതൽ ശക്തി പകരും. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.